ഹലോ നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു ട്രിപ്പിന്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഡിസംബറിൽ ഈ ക്രിസ്മസ് വെക്കേഷൻ നടത്തിയ ഒരു ട്രിപ്പിന്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഡിസംബറിൽ ഒരു ട്രിപ്പ് പോയായിരുന്നു, ഇറ്റലിയിലെ വെനീസിലോട്ട്. ആ വിശേഷങ്ങൾ നമുക്കിവിടെ പങ്കുവെക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ ഈ വർഷത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യൂറോപ്യൻസ് പൊതുവെ വെക്കേഷൻ ഡിസംബറിൽ എടുക്കുന്നത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ബിറ്റ്വീൻ ആ ഒരു ടൈമിലായിരിക്കും. ബിക്കോസ് അപ്പോഴാണ് കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുക അല്ലെ. അപ്പൊ ആ ടൈമിലായിരിക്കും എല്ലാവരും യൂഷ്വലി ഓഫുകൾ എടുക്കുന്നതും അതുപോലെ ആ കമ്പനീസ് ഓഫ് കൊടുക്കുന്നതും ആ ഒരു സമയത്തായിരിക്കും. ബട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസംബറിന് മുന്നേ മീൻസ് ക്രിസ്മസിന് മുന്നേ ഉള്ള ഡേയ്സിൽ നമ്മൾ 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതും വന്നതും. സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ആ ഒരു ടൈം ഓഫ് പീരീഡിൽ നമുക്ക് എക്സ്പെൻസ് അത്രയും കുറവായിരിക്കും. റൂം റെന്റ്സ് ആയാലും ട്രാവൽ എക്സ്പെൻസ് കുറവാണ്. അപ്പൊ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. സോ യൂറോപ്പിലുള്ള മലയാളികൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡേറ്റ്സ് ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എക്സ്പെൻസീവ് കുറയ്ക്കുന്ന ഒരു പരിപാടി. മീൻസ് നമ്മൾ ഫ്ലൈറ്റിലാണ് വന്നത്. ഓൾസോ നമുക്കത് ഭയങ്കര ചീപ്പ് റേറ്റിലായിരുന്നു ഫ്ലൈറ്റ് കിട്ടിയത് കൂടി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. നമ്മൾ യൂറോപ്പിലുള്ളവർക്ക് ഓൾമോസ്റ്റ് അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ. യൂറോപ്പിൽ നമ്മൾ ഇയർലി നമ്മൾ 2 വെക്കേഷനാണ് ഉള്ളത്. ഒന്ന് നമ്മൾ സമ്മറിൽ വെക്കേഷൻ ഉണ്ട് ഓഗസ്റ്റില്, അതുപോലെ തന്നെ നമ്മൾ ഡിസംബറിൽ ഒരു വെക്കേഷൻ ഉണ്ട്. ഈ വെതർ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള വെക്കേഷൻ ആണ് കേട്ടോ. അത് ഭയങ്കര റിലീഫ് കിട്ടുന്ന ഒരു സമയം. ബിക്കോസ് നമ്മുടെ ഈ വിന്റർ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് മാറും, ഭയങ്കര ഡള്ളി ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ക്ലോസ്ഡ് ആയിരിക്കും. എല്ലാവർക്കും വെക്കേഷൻ കൊടുക്കും, നമുക്ക് ബോണസ് ഒക്കെ കൊടുക്കും. എല്ലാവർക്കും അത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ വർഷത്തിൽ 2 തവണ ഇവര് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ഓർ വിത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോയൊന്നും ഔട്ട് കൺട്രിയോ അല്ലെങ്കിൽ പോയി ഒരു പിക്നിക് അങ്ങനെയുള്ള ട്രിപ്പൊക്കെ പോയി നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് ഇയാള് 2 തവണ. നമ്മൾ ഓരോ തവണ ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ യൂറോപ്പിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സീരീസ് ആക്കി ചെയ്യാന്ന് വിചാരിച്ചത് തന്നെ. സോ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിനിടയ്ക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ വീഡിയോസിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പല ഇൻഫോർമേഷൻസ് എനിക്ക് പാസ് ചെയ്യാനുണ്ട്. ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥ പറഞ്ഞു തരുന്നതായിരിക്കും. പാരീസ് ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആണ് കേട്ടോ. വലിയൊരു കൺട്രിയാണ്, നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ. അപ്പം ആ വീഡിയോസിന്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതുപോലെ ഇടയ്ക്ക് വന്നിട്ട് പറയേണ്ടി വരുന്നത് കേട്ടോ. ഇനി കുറച്ച് വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനായിട്ട് വരാം. അങ്ങനെ ഫൈനലി നമ്മുടെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ ലിത്തിയെന്ന് ലുബ്ലിയാനയിലോട്ട് ട്രെയിനിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള യാത്രകൾ നടത്തും. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാം. മേക്കപ്പ് ഇല്ലാത്ത ഞാനും മേക്കപ്പ് ഉള്ള ഞാനും. ഓക്കെ, ഞാൻ കഴിച്ചത് ഐദേന്നായിരുന്നു കേട്ടോ. ഐദേന്ന് ഒരു ചിക്കൻ സാലഡാണ് ഞാൻ കഴിച്ചത്. കോബു ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു, അത് മാത്രമേ കഴിച്ചുള്ളൂ. ഞാനിത് ഫുൾ കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഞാൻ ഫുൾ കഴിച്ചു. ഇത് കൊള്ളായിരുന്നു. അതിൻ്റെ സോസ് ഭയങ്കര രസമുള്ളൊരു പുളിയും ഉപ്പൊക്കെ ഉള്ള മധുരമൊക്കെ ഉള്ളൊരു തരം സോസായിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. നല്ലൊരു സാലഡായിരുന്നു. നമുക്ക് ടെമ്പറേച്ചർ എപ്പോഴും മൈനസ് ആയില്ലെങ്കിലും ഫീൽ ലൈക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഹുഡ് ഇട്ടിട്ടും ക്യാപ്പ് ഇട്ടിട്ടും ഒന്നും എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല തണുത്തിട്ട്. അതായിരുന്നു അന്നത്തെ വെതർ. നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് കേട്ടോ ലുബ്ലിയാന ടു ട്രയസ്റ്റ് വരെ പോയത്. ഫ്ലിക്സ് ബസ് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഓവറോൾ കണക്ടിവിറ്റി ഉള്ള ഒരു ബസ് സർവീസ് ആണ്. ആക്ച്വലി അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ജർമ്മനി വരെയോ അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും നമുക്ക് എത്ര 2-3 ഡേയ്സ് വരെയുള്ള ട്രിപ്സ് വരെ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. മീൻസ് അവര് അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ട്രാവലിംഗ് ട്രിപ്പ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു ബസ്സാണ് ഫ്ലിക്സ് ബസ്. ഞങ്ങൾ അതിലാണ് ലുബ്ലിയാന ടു ട്രയസ്റ്റ് വരെ ട്രാവൽ ചെയ്തു. അങ്ങനെ നമ്മൾ ലുബ്ലിയാനയിലെത്തി. ഡിന്നറൊക്കെ ഒന്ന് കഴിച്ചു. നമ്മുടെ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്തിയിട്ടുണ്ട്. ഈ ബസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് വന്നു. നമ്മൾ ഔട്ടർ കൺട്രി ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. സേഫ് ആയിട്ട് നമ്മളത് കരുതിയിരിക്കണം. പാസ്പോർട്ട് ആൻഡ് വിസ മസ്റ്റ് ആയിട്ട് നമ്മൾ കരുതിയിരിക്കണം. ബിക്കോസ് എപ്പോഴാണ് ചെക്കിംഗ് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റില്ല.
ലൈക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ 2-3 തവണ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ബോർഡറിലായാലും ഡിപ്പെൻസ് ആണ്, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം, മേ ബി ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു യാത്രയായിരുന്നു കേട്ടോ. നടുവിൽ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. ട്രയസ്റ്റ് എത്തുന്നതിന് മുന്നേ നമുക്കൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. 1.5 hour ആണ് അവിടെ പിടിച്ചിട്ടത്. ലൈക്ക് എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ, വിസ വെരിഫിക്കേഷൻ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെക്കിംഗ് ഉണ്ടെങ്കിലും കൂടി അവർ ഭയങ്കര പൊളൈറ്റ് ആയിരുന്നു. നമ്മുടെ അടുത്തൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലൊന്നും അവർ ബിഹേവ് ചെയ്തിട്ടില്ല കേട്ടോ. ഭയങ്കര പൊളൈറ്റ് ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നതും. ഒച്ചയും ബഹളം ഉണ്ടാക്കുക, വയലൻസ് കാണിക്കാനൊന്നും വന്നിരുന്നില്ല. ബോർഡറിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഇച്ചിരി ഡിലേ ആയതുകൊണ്ട് നമ്മളിവിടെ ട്രയൽസിൽ എത്താനും ഇത്തിരി ലൈറ്റ് കേട്ടോ. ബട്ട് അത് ശരിക്കും ഉപകാരമായിരുന്നു. ബിക്കോസ് ട്രയൽസിൽ നമ്മൾ ഈ തണുപ്പത്ത് നിൽക്കേണ്ടി വന്നിരുന്നു ആ നേരം വരെയും കൂടി. എന്താ വെച്ചാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ആളുകളുണ്ടായിരുന്നു. ബട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനൊക്കെ ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു. പക്ഷെ നമുക്ക് ലുബ്ലിയാനേക്കാളും എത്രയോ തണുപ്പ് കുറവായിരുന്നു ട്രയൽസിൽ. അതുകൊണ്ട് പുറത്തിരിക്കുന്നതിനേൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞങ്ങൾ അവിടെ ഇങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയും ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സമയം കളയാൻ വേണ്ടി ഞങ്ങൾ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അവിടെ. നമ്മളങ്ങനെ ലുബ്ലിയാനേന്ന് ട്രൈസ്റ്റിലെത്തിട്ടോ. ട്രൈസ്റ്റ് ഇറ്റലിയിലാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് വേണം ട്രൈസ്റ്റ് എയർപോർട്ടിലോട്ട് ട്രെയിൻ കയറി പോകണം, ട്രെയിൻ ഓർ ബസ്. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആകുമ്പോൾ അവിടെ പോയി ട്രെയിൻ കയറും. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ട്രൈസ്റ്റിൽ നിന്നാട്ടോ. ഇറ്റലിയിലെ ട്രൈസ്റ്റിലെ എയർപോർട്ടിലായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. വൈ? ബിക്കോസ് നമുക്ക് ലുബ്ലിയാനയിലെ എയർപോർട്ട് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ലുബ്ലിയാന സ്ലോവേനിയയിൽ ആകെയുള്ള ഒരു എയർപോർട്ടാണ് ലുബ്ലിയാനയിലുള്ളത്. സ്ലോവേനിയക്ക് സ്വന്തമായിട്ടൊരു എയർലൈൻ ഇല്ല. സോ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രൈസ്റ്റിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സ്ലോവേനിയയിലുള്ളവരോ സ്ലോവേനിയയിലോട്ട് വരാനിരിക്കുന്നവരോ ഓർ ഇവിടെ നിന്ന് പോവാൻ നിൽക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു ഇൻഫോർമേഷൻ, നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ലുബ്ലിയാന ചൂസ് ചെയ്യരുത്. അവിടെ അടുത്ത് കിടക്കുന്ന കൺട്രീസ് ആയിട്ടുള്ള ഹംഗറി ഓർ ഇറ്റലി, ഓസ്ട്രിയ, വിയന്ന, ഇവിടെ നിന്നൊക്കെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ഹാഫ് പ്രൈസിലൊക്കെ കിട്ടും. ടിക്കറ്റ് പ്രൈസ് നമ്മൾ എടുക്കുന്ന ടൈം പോലെ ഇരിക്കും. ബട്ട് പോയിട്ടുള്ള ആളുകളും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ നാട്ടിലോട്ടൊക്കെ. ഭയങ്കര ചീപ്പ് റേറ്റിന് 20K ഒക്കെയാണ് അവർ നാട്ടിലോട്ട് പോയിട്ടുള്ളത്. സോ നമ്മൾ ഒരിക്കലും സ്ലോവേനിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, നമ്മൾ ഒരിക്കലും ലുബ്ലിയാന എയർപോർട്ട് ചൂസ് ചെയ്യരുത്. ട്രയസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രയസ്റ്റ് ഒരു ഇറ്റാലിയൻ ബോർഡറിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ് കേട്ടോ. ട്രയസ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ട്രയസ്റ്റ് കാണാൻ കേട്ടോ. നമ്മളിപ്പോ പോകുന്ന ടൈം നൈറ്റ് ആയതുകൊണ്ട് ട്രയസ്റ്റിലെ വിഷ്വൽസ് ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണില്ല. ബട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വെനീസിൽ പോയ വഴിക്ക് നമ്മൾ അവിടെ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയായിരുന്നു. ട്രയസ്റ്റ് ഭയങ്കര അത്രയും ഭംഗിയുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ട്രയസ്റ്റ് ഒരു ലൈക്ക് ഒരു റിസോർട്ടൊക്കെ ഉള്ള ഒരു സിറ്റി, ലൈക്ക് ബീച്ച് സൈഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ സ്ലോവേനിയ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് പോലും അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ 1 day ട്രിപ്പൊക്കെ ആയിട്ട് ലുബ്ലിയാനയിൽ നിന്നൊക്കെ ആളുകൾ ട്രയസ്റ്റിലോട്ട് പോകുന്നുണ്ട്. മീൻസ് അവിടെ ഒരു ബീച്ച് സൈഡ് ആണ്. സോ സമ്മറിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിറ്റിയാണ് ട്രയസ്റ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സ്പീഡായിട്ടോ. കറക്റ്റ് 4 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഓപ്പണായി. നമ്മൾ വെൻഡിങ് മെഷീനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നേരെ ട്രെയിനകത്ത് ഫസ്റ്റ് ട്രെയിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ പുതിയൊരു ട്രെയിനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ട്രെയിനായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിലൊന്ന് മോഡിഫൈ ചെയ്തതിൻ്റെ ഒരു കാണാനുള്ളൊരു ഭംഗി അതിന് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും കണക്റ്റിംഗ് ആണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ എയർപോർട്ടിൽ കയറാം. ഞാൻ മൊത്തത്തിൽ ഉറക്കം വന്ന് കിളി പോയിട്ട് ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റും എനിക്കെല്ലാം കൂടി ഒരു തരം പ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് എന്നും കാണാൻ ഇഷ്ടമുള്ളൊരു കാഴ്ച, ഇവിടുത്തെ ആംബിളായിട്ടുള്ള ഓഫീസേഴ്സ്. നമ്മളിങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിനകത്ത് കയറി. ബോർഡിങ്ങിന് ഇനി ടൈം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ കുഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഇതൊക്കെ അവിടെ എയർപോർട്ടിൽ സീസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിനകത്ത് ഇൻഫോർമേഷൻസ് ഉണ്ട്, എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതിൻ്റെയൊക്കെ. ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് പാരീസിലോട്ട്. റയാൻ എയർ എന്ന് പറയുന്ന ഒരു എയർലൈനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോകുന്നൊരു സത്യമുണ്ട് അതിനെ പറ്റിയിട്ട്. നമ്മളങ്ങനെ റയാൻ എയർ കയറിയിട്ട് പാരീസിൽ വന്ന് ഇറങ്ങിയിട്ട് 2 മണിക്കൂറായിരുന്നു ട്രാവലിംഗ് ടൈമും. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ ഞാൻ വീണോടത്ത് കിടന്ന് ഉറങ്ങും, ആ ഒരു രീതിക്കായിരുന്നു എൻ്റെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ. ഭയങ്കര ടയേർഡായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നു.
അതായത് പാരീസിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി കേട്ടോ. എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നമുക്ക് റൂമിലോട്ട് നമ്മുടെ ഹോട്ടലിലോട്ടുള്ളത് ആകെ 2 കിലോമീറ്റർ ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ എയർപോർട്ടിന്റെ വാതിക്കൽ നിന്ന് തന്നെ നമുക്ക് ബസ്സും കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിന്റെ വാതിക്കലെത്തിയിട്ട് അതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എനിക്കത് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കില്ല. വെരി ബാഡ് എക്സ്പീരിയൻസ്. യൂറോപ്പിലോട്ട് എത്തിയിട്ട് ഇതുവരെയുള്ള ജേർണിയിൽ എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല. എനിക്ക് കരയണോ, സങ്കടപ്പെടണോ, കരയണോ, തിരിച്ചു പോകാൻ വരെ ഞാൻ ലുബ്ലിയാനയിലോട്ട് തിരിച്ചു പോകണമെന്ന് വരെ ഞാൻ ആലോചിച്ച തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾസോ സ്ലൊവേനിയയിലെ പോലെയുള്ള ആളുകളല്ല നമ്മൾ പാരീസിൽ കണ്ടത്. അതുപോലെയുള്ള വെരി വെരി ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. എന്താ ഉണ്ടായെന്ന് വെച്ചാല് ഞങ്ങളുടെ 2 പേരുടെയും ഫോൺ ഓഫായിപ്പോയി, ചാർജ് ഇല്ലാതെ ഓഫായിപ്പോയി. ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയില്ല. ഇവിടെയുള്ള ഒരു മനുഷ്യരെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ എല്ലാ ഹോട്ടലിലെയും പോലെ തന്നെ ഫ്രണ്ടിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കും, പുള്ളിയായിരിക്കും നമ്മളെ റൂമിലോട്ട് എത്തിക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഇവിടെ എല്ലാ വീടും നോർമൽ ഒരു സാധാരണ വീടാണെങ്കിൽ പോലും അവർക്കുള്ളത് ഡോറിൽ ഡിജിറ്റൽ കോഡ് പാസ്വേഡ് ഉള്ള ഒരു ലോക്കാണ്. നമ്മൾ ആ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി അതിനകത്തുനിന്ന് കീ പുറത്തോട്ട് വരും. അങ്ങനെ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ഇവിടെയും. ഞങ്ങൾ ഈ കോഡ് കുറെ ലോക്ക് കാണുന്നുണ്ട്, കുറെ ഡിജിറ്റൽ കോഡുകൾ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് പോലും അറിയുന്നില്ല. ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടി 4 ഭാഗത്തുള്ള ആളുകളോട് ഡോറ് തൊട്ട് നമ്മൾ തട്ടിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. എല്ലാവരും നോ എന്നല്ലാതെ വേറൊരു വഴിയും പറയാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും മൈൻഡ് കാണിച്ചില്ല. ഞാനങ്ങ് കരഞ്ഞു വല്ലാതായിപ്പോയി. എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയിരുന്നു. തിരിച്ചെനിക്ക് പോകണമെന്ന് വരെ തോന്നി. 5 ഡേയ്സ് ട്രിപ്പും എല്ലാം ക്യാൻസൽ ചെയ്ത് പോകണമെന്ന് വരെ തോന്നിയായിരുന്നു. അത്രയും എനിക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇപ്പോഴും എനിക്കത് പേടിയാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ പുറത്ത് അറിയാലോ, നമ്മൾ യൂറോപ്പിൽ ഈ ഒരു ഡിസംബറിലുള്ള തണുപ്പ് അത്രയും ക്രൂരായിരിക്കും. നമ്മൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫൈനലി നമ്മൾ ആ ഫോൺ ഒരു അപ്പുറത്തൊരു അപ്പൂപ്പനെ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവൂ എന്തോ അറിഞ്ഞൂടാ. പുള്ളിക്ക് എന്തോ ഒരു സഹതാപം തോന്നിയിട്ടാന്ന് തോന്നുന്നു. പുള്ളിനോട് ലഗേജ് ഒക്കെ എടുത്ത് അടുത്ത് വെച്ചേക്ക്. പുള്ളി ഗേറ്റിന്റെ ഉള്ളിലോട്ട് തന്നെ എൻട്രി തന്നു. എന്നിട്ട് എവിടെന്നോ ഒരു പ്ലഗ് കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓണറെ കോണ്ടാക്ട് ചെയ്തതും. അതിന് മുന്നേ നമ്മൾ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഈ വാതിക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറെ ഡോറ് നോക്കി ആരുമില്ല. പിന്നെ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല, നിങ്ങൾ ഈ കോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ. ബൈ ദ വേ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്യണം, അങ്ങനത്തെ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചു പോയി. ഒരുപാട് പേരുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് പോലും മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യരും ഇവിടെ ഉണ്ടായിരുന്നില്ല. മേ ബി അവരെ എക്സ്പീരിയൻസസ് ഒക്കെ അങ്ങനെയായിരിക്കും. സ്ട്രേഞ്ചേഴ്സിനെ കുറിച്ച് അവർക്ക് അതുപോലെ ആയിരിക്കും. ദാറ്റ്സ് വൈ അങ്ങനെ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. അങ്ങനെയായിരിക്കും. അല്ലാതെ ഒരു മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ പെട്ട് നിൽക്കുന്ന 2 പേരോട് ക്രൂരത കാണിക്കില്ലല്ലോ. സോ അത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അതായിരുന്നു നമ്മുടെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കിട്ടിയ, പാരീസിൽ കാല് കുത്തിയിട്ട് ഫസ്റ്റ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ എങ്ങോട്ടും ഇറങ്ങിയില്ല. നമ്മൾ ഒന്നും കഴിക്കാൻ പോലും നമ്മളൊന്നും എഴുന്നേറ്റില്ല. അന്നത്തെ ദിവസം ഫുള്ളി ഡള്ളി ഒരു ഡേ ആയിരുന്നു. വീഡിയോ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ക്ലാരിറ്റി കുറവും കാണാൻ വലിയ ഭംഗിയില്ലാത്ത വിഷ്വൽസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് കാണാനായിട്ട് പറ്റും. ഞങ്ങളെല്ലാം കവർ ചെയ്തിട്ട് ഓവറോൾ ഞങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഹോപ്പ്. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ഇതുപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.